എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവിൽ കൊണ്ട് ഒരു പക്കാവട ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പം നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് അവിൽ കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള 4 മണി പലഹാരം ഉണ്ടാക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. ഞാനിവിടെ 1 ഗ്ലാസ് അവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ചുവന്ന അവിലാണ്. നിങ്ങൾക്ക് ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം. വെളുത്തതോ ചുമപ്പോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ അവിലൊന്ന് കുതിർത്തിയെടുക്കാനായിട്ട് പോവുകയാണ്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കുതിർത്തിയേറ്റ ശേഷം ബാക്കിയുള്ള വെള്ളം അപ്പം തന്നെ പിഴിഞ്ഞ് കളയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സോക്ക് ചെയ്തെടുക്കുക മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇടുന്നുണ്ട്. അതും ഞാൻ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 പിഞ്ച് കായത്തിൻ്റെ പൊടിയാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കടലമാവാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളുടെ പക്കാവട നല്ല മൊരിഞ്ഞ് വരാനായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇനി ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാനായിട്ട് പോകുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്നതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വളരെ കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇത് മാറ്റിയെടുക്കാനായിട്ട്. ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്ത് നമുക്കിതിനെ വറുക്കാനായിട്ട് മാറ്റാം. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഒരു ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ആദ്യം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നമ്മളിത് വലിയ സ്പൂണിട്ടൊന്നും ഉപയോഗിച്ച് ഇത് ഇളക്കാനും പാടില്ല. ഇത് പൊടിഞ്ഞു പോവും. ഇപ്പോൾ അവിലിൻ്റെ പുറം വശം കരിഞ്ഞു പോകാതെ അകം വെന്തും വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് കുക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കതിനെ മറിച്ചിടാം. വലിയ സ്പൂണുകളിട്ട് ഇളക്കിയാൽ ഈ പക്കാവടകളെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയൊരു ഫോർക്ക് ഉപയോഗിച്ചാണ് ഞാനിതിനെ മറിച്ചിടുന്നത്. നമ്മളുടെ പക്കാവട നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇത് മാറ്റണം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പക്കാവടയ്ക്കകത്തുള്ള വെളിച്ചെണ്ണയെല്ലാം പുറത്തേക്ക് തന്നെ വരികയും ചെയ്യും. നമ്മൾ കോരിയെടുക്കുന്നതിൻ്റെ ആ ഒരു സെക്കൻഡ് മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് നമ്മൾ കോരിയെടുക്കാനായിട്ട്. ഇതപ്പോൾ നമുക്കിത് കോരിയെടുക്കാൻ സമയമായിട്ടുണ്ട്. നല്ലപോലെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അകമേ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. നമുക്കിതിനി കോരി മാറ്റാം. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കാവട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള പക്കാവടകളും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് അവിൽ കൊണ്ട് അങ്ങനെ നമുക്ക് പക്കാവടകൾ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്, വളരെ ക്രിസ്പിയുമാണ്. നിങ്ങൾക്കിത് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോട്ടിലിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. 2 ദിവസം വരെ ഇത് തണുക്കാതെ തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പക്കാവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഗാർണിഷായിട്ട്
ചെയ്തിട്ടുണ്ട്, വറുത്തെടുത്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം കേട്ടോ. താങ്ക്